40 വട്ടം ബഹുമാനപ്പെട്ട ഷഫീഉൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ ഹദ്റത്തിൽ വന്ന് മുത്തനബിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വഹ്യ സംബന്ധമായ അള്ളാഹുവിന്റെ ശറഫാക്കപ്പെട്ട സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മാലകമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ, ജിബ്രീൽ ഞാനൊന്ന് ചിരിക്കണം, ചിരിച്ചെന്ന് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ ഉമ്മത്തികളാരും അഥവാ ഈ മദീന നഗരിൽ ഒരുമിച്ച് കൂടിയ എന്റെ ഉമ്മത്തികളാരും നരകത്തിൽ കടക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യാ ജിബ്രീൽ? ഞാൻ മലക്കിന്റെ പേരാ പറഞ്ഞത്, നിങ്ങളുടെ അതെ ഉറങ്ങ. ആദ്യം വാക്ക് ആദ്യം പറയട്ടെ. നല്ല വായന കേട്ടിരിക്കുന്ന ആളുകൾ ഇതുവരെ ഇനി വായനക്കൊന്നും പോകില്ല, ചിന്ത വേണ്ട. ആദ്യം ഞാൻ പറയുന്നു, മനസ്സുകൊണ്ട് ഒരു തങ്ങളത് കഴിഞ്ഞു, അതിന്റെ മുമ്പ് 2 തങ്ങളത് കഴിഞ്ഞു, പിന്നെ ഒരു തങ്ങളത് കഴിഞ്ഞു. ഇനി അവസാനങ്ങളാരും നരകത്തിൽ കടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും എനിക്കൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റൂ എന്നാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തത്. ആ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ബഹുമാനപ്പെട്ട നാസിഹി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നമുക്കൊക്കെ വലിയ കാര്യദർശിയാണ്. അവരൊക്കെ ദുന്യാവിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിന്റെ ഇജ്ജത്ത് അറിയുള്ളൂ. കണ്ടില്ലെങ്കിലേ കണ്ണിന്റെ കാഴ്ച പോയൊക്കെ ഹൈദരീത്തങ്ങള്, ബഹുമാനപ്പെട്ട ഉമർ ശിഹാബ്, ബഹുമാനപ്പെട്ട പിന്നെ മുഹമ്മദ് ശിഹാബ്, അങ്ങനെ ഒരു പരമ്പര ഖബറിലാണ്. അള്ളാഹു എല്ലാവരുടെയും ഖബർ നിഅമത്തിന്റെ റാഹത്തിന്റെ വീടാക്കി അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പഠിച്ചവനെ റജബിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത്. ഇപ്പൊ കേട്ടില്ല, റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യല്ല, ഷഅബാനിൽ ബർക്കത്ത് ചെയ്യല്ല, റമദാനെ വേഗം അടുപ്പിച്ചു കൊണ്ടാകുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഉപ്പാപ്പ ഷഫീഉൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. ആ പരിശുദ്ധമായ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ മദീന എന്ന് പേര് വെക്കപ്പെട്ട ഈ ഷറഫാക്കപ്പെട്ട മണൽ തരികൾ പോലും, നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടിരിക്കുന്ന മണൽപതികൾ പോലും പറയാണ്, പടച്ച റബ്ബേ, അവിടെ ഒരുമിച്ച് കൂടി ഒരു ആണിനെയും പെണ്ണിനെയും നീ ഇഷ്ടപ്പെടാതെ വിടരുത് അല്ലാഹ്, അവർക്ക് നീ പുറത്തു കൊടുക്കാതെ വിടരുത് അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ ഖാലിഖായ റബ്ബിനോട് കെഞ്ചി പറയുന്ന സമയത്താണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വിട്ടുപോയി എന്ന് മാത്രം. അതുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ അടിക്കടി അഫലാ തഅഖിലൂൻ, ചിന്തിക്കുന്നില്ലടാ, അഫലാ യുബ്സിറൂൻ, ഉറ്റ മനസ്സിലാക്കുന്നില്ലടാ, തദ്കിറത്തുൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്കേ പാഠമുള്ളൂ എടാ എന്ന് പരിശുദ്ധമായ ഖുർആൻ ആഹ്വാനം. അതുകൊണ്ട് ബഹുമാനികളെ, സ്നേഹനിധികളെ, നിങ്ങളുടെ ഈ സമയത്ത് എനിക്ക് പറയാൻ ഒറ്റ വാക്യമുള്ളൂ, ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഈ സലാത്തിന്റെ മജ്ലിസിൽ നിങ്ങൾ ഈ സമയത്ത് ഇത്ര സമയം വരെ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ, ഞാൻ പറയുന്നു, ഈ വെള്ളിയാഴ്ച രാവിൽ റജബിന്റെ ഈ രാത്രിയിൽ, ഈ വെള്ളിയാഴ്ച രാവിൽ ഓരോ സങ്കടങ്ങളും തീരാതെ, ഓരോ ഹലാലായ മുറാദുകളും വീടാതെ, ഓരോ മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും വിട്ടുമാറാതെ ഒരിക്കലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ മജ്ലിസ് വിടേണ്ടി വരില്ല, ഒരിക്കലും വിടേണ്ടി വരില്ല. ഇൻഷാ അല്ലാഹ് സങ്കടങ്ങൾ തീരും, മുറാദുകൾ ഹസനാകും, രോഗങ്ങൾ മാറും, വിഷമങ്ങൾ ഇല്ലാതെയാവും, ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം തരും. ഒന്നാമത്തെ ഐശ്വര്യം ആഖിബത്ത് നന്നാവലാണ്. അള്ളാഹു റാഹത്തിലാക്കുമാറാവട്ടെ. ഒന്നുകൂടി പറയും, അള്ളാഹു റാഹത്തിലാക്കുമാറാവട്ടെ. മനസ്സറിഞ്ഞ് പറയും, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പവറല്ല, അതുള്ളൊക്കെ എന്റെ പവറും അല്ല, ഞങ്ങളൊക്കെ പവർ ഒറ്റ പവറാ, നൂരും പിന്നൂരില്ല, നൂരും പിന്നൂരില്ല.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അഹ്ലു ബൈത്തിന്റെ കന്നിയായി ഞങ്ങൾ ജനിച്ചു എന്നൊരു പവർ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉപ്പാപ്പാനെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയുള്ള ദുആയിൽ എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹനിധികളെ ആത്മമിത്രങ്ങളെ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് അറുതി വരാൻ പോവുകയാണ്. അല്ലാഹു റഹ്മത്തിലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം മഹാന്മാരുടെ ഫാത്തിഹ ഓതി, അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരല്പം ദിക്റും സ്വലാത്തും ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് ഇൻഷാ റബ്ബിന്റെ ഫദ്ല് കൊണ്ട് നല്ല ബറക്കത്തിന്റെ വർഷം എല്ലാവർക്കും ഇഷ്ടം പോലെ സെലിബ്രേറ്റ് കിട്ടുന്ന വർഷം വല്ലാത്തൊരു ബറക്കത്തുള്ള വർഷമാണ്, സംശയമില്ല. നിങ്ങൾക്കറിയാം അബ്ദുള്ള ഇതിന്റെ പേര് ഒരു പിരിവാടത്തിന്റെ പരിപാടിയില്ല, കൊടുത്തത് വാങ്ങി നേർച്ചയ്ക്കാന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വാങ്ങാണ്ടാതെ അത്ര അരീജാക്ക് കൊണ്ടുവരണം, ഇത്ര അരീജാക്ക് കൊണ്ടുവരണം, എത്ര കിലോ ഇറച്ചി വാങ്ങിത്തരണം, ഒത്ത വാങ്ങിത്തരണം. ഈ പരിപാടി മുപ്പത് സമയത്ത് എന്നൂരൊന്നുമില്ല. മുമ്പ് സംബന്ധിച്ച് അങ്ങനെയാണ് മുപ്പരങ്ങള്. എൻ്റെ അനിയനാണ് മുപ്പര്. ആ പരിപാടി മുപ്പര് എന്റെ തൃപ്പതിപ്പെടുന്ന ധൈര്യക്കാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വാങ്ങുക എന്നല്ലാതെ പരിപാടില്ല. ദിവസവും ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹു, സയ്യിദ് അബൂ താഹിർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് വലി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഹക്കീം വലി റളിയല്ലാഹു അൻഹു, വസായിർ ശുഹദാഇ റളിയല്ലാഹു തആല ആ ഹദറത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഒരു ആത്മീയമായ ഒരു കഞ്ഞി എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തിൽ 9 ചില്ല, ഒരു മാസത്തിൽ 9,000 ഉറുപ്പി അതിലേക്കുള്ള ഇതാണ്. അതിവിടെ കിട്ടുന്ന എന്തെങ്കിലും അതിലേക്ക് ഹദിയ കിട്ടുന്ന അതുകളും ബാക്കി 30 കൂട്ടി അതിന്റെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സാധുക്കൾ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പോരെ ജീവിതത്തിൽ ഹൈർ പോലെ, ജീവിതത്തിൽ ഹൈറല്ലേ നമുക്ക് വേണ്ടത്? ഹൈറിൽ വെച്ച് ഏറ്റവും വലിയ ഹൈറാലേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതും ആ ഹദറത്തിൽ കഴിഞ്ഞുകൂടുന്ന പൈശാചികമായ വിഷമങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞുകൂടുന്ന. പിന്നെ ഇപ്പൊ ചിലവർ പറയും അവിടെ തട്ടിപ്പില്ലേ, ഇവിടെ തട്ടിപ്പില്ലേ, ആ തട്ടിപ്പില്ലേ, ഈ എവിടെ തട്ടിപ്പില്ലാത്ത ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ തട്ടിപ്പില്ലാത്ത അത് നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കൂലി തരാൻ മലിക്കുൽ ജബ്ബാറായ റബ്ബ് മാത്രമാണ്. ഒരാൾക്കൊരു 10 റുപ്യ സദക്ക കൊടുത്തു, ഓനെ നേരെ കള്ളുഷാപ്പിൽ പോയിട്ട് ഉഷാറായിട്ട് പൂശി, ഓനും അന്ന് ഒരു ഇരട്ട സെഞ്ചറിയാണ്, 2 കുറ്റ. ഒന്നിത് വാങ്ങിയത്, ഒന്നാ കുടിച്ചത്. കൊടുത്ത ആരാണോ ഓനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കൂലി കൊടുക്കും. ഒന്ന് എന്തായാലും ചോദിച്ചപ്പോൾ ആയത്തായി കൊടുത്തു. 2 ഒരു പക്ഷേ അവന്റെ മനസ്സ് മാറിയിട്ട് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഒരു മാറ്റം വന്നാൽ, മനുഷ്യനല്ലേ വരാലോ, എത്ര കുടിയന്മാരിപ്പ മാറിയ ചരിത്രങ്ങൾ മുന്നുണ്ട്, മാറിയാൽ അതിൻ്റെ ഒരു കൂലിയും ഈ സദക്ക കൊടുത്തവന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ബഹുമാനികളെ, ദുന്യാവ് ശൈത്താന്റെ കണിവരയാണ്. ഒറ്റ കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ദുആയിലേക്ക് വരാണ്. ഒരു ദിവസം ഷഫീഉൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വരെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ വല്ലാത്ത വാസന, ദുർഗന്ധം. അപ്പൊ നോക്കുമ്പോ അതാ ഒരു ആട്ടിൻകുട്ടി എന്നും ഒരു മാൻകുട്ടി എന്നൊക്കെ പിന്നെ ചരിത്രത്തിലുണ്ട്. ചീഞ്ഞ് നാരി പിഴികൾ അരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ദുർഗന്ധ. സ്വഹാബത്തുകളൊക്കെ മൂക്ക് പൊത്തി, അള്ളാന്റെ ഹബീബായ മുത്തുനബിയും പൊത്തി. ഇവിടെ ചോദ്യം തിരിഞ്ഞു നിന്നിട്ട്, സഹാബ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആട്ടുകുട്ടിനെ വേണോന്ന് ചോദിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ തങ്ങൾ പറയുന്നത്? ഈ ചീഞ്ഞ് നാറിയ ആട്ടുകുട്ടിയെ, ഇതിന്റെ മാംസത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പൊ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചൊരു മറുപടിയുണ്ട്. പ്രഭാക്കപ്പെട്ട മദീന നഗരിയിൽ ഒരുമിച്ച് കൂടിയ ആത്മമിത്രങ്ങളെ, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഖാലിഖായ റബ്ബിലേക്ക് വെക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് ഈ റജബിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ സഹാബാ, الدنيا جيفة والطالبها كلاب. ദുനിയാവ് ഒരു ശവമാണ് സഹാബ,
ദുന്യാവ് ഒരു ശവമാണ്, ചീഞ്ഞു നാറിയ ശവമാണ്. ഈ ശവത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ സഹാബ? ഈ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് തൊട്ടാൽ 7 വട്ടം കഴുകണം. ഒന്ന് തുറാബിത്താഹിരും, ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച നായയാണ്. ആ നായ മാത്രമേ ഇഷ്ടപ്പെടൂ, അല്ലാതെ ഒരു മനുഷ്യവർഗം ഇഷ്ടപ്പെടില്ല സഹാബ. മറ്റുള്ള മൃഗങ്ങളും ഇഷ്ടപ്പെടില്ല സഹാബ. ഇതിനേക്കാൾ മോശമാണ് ദുന്യാവ്. ദുന്യാവിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങള്, ദുന്യാവിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള്, ദുന്യാവിൽ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങള്, ഇത് വല്ലാത്ത വിഷമത്തിലായി പുരോഗമിച്ച് വല്ലാതെ വിഷമത്തിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഹബീബായ മുത്തുനബി പറയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷറഫാക്കപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ വന്ന് ഈ ദുന്യാവിൽ വന്നകപ്പെട്ട് കഴിഞ്ഞാല് അവന്റെ ദുന്യവിയായ ജീവിതത്തില് അവൻ മൃഗത്തിനേക്കാൾ കഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ഉലായിക കൽ അൻആമെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ നിർത്തിയില്ല, ബൽഹും അദല്ല്, അതിനേക്കാൾ മോശമായി പോകുമെന്നാണ് അവസ്ഥയിലേക്ക് ദുന്യാവ് വന്നുകൊണ്ടിരിക്കാണ്. അതുകൊണ്ട് ദുആ തുടങ്ങുന്നതിന്റെ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തഖുല്ലാഹ്, ഖാലിഖായ റബ്ബിനെ നിങ്ങൾ പേടി ജീവിതം നയിക്കണം. ഖാലിഖായ റബ്ബിനോടുള്ള ആത്മീയമായ ബന്ധം വേണം. അല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അല്ലാഹ് എന്റെ കൽബിലുണ്ടാവണം, അല്ലാഹ് എന്റെ കണ്ണിലുണ്ടാവണം, അല്ലാഹ് കാതിലുണ്ടാവണം, അല്ലാഹ് ശരീരത്തിന്റെ അവയവങ്ങളിൽ ഉണ്ടാവണം. അപ്പോഴാണ് പരിപൂർണമായ ഈമാനുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിച്ചാലും മുഹമ്മദ് തന്നെയാണ് പേരുള്ളത്. ഇന്നാലിന്ന മുഹമ്മദ് മരിച്ചിട്ടുണ്ട്, ഇന്നാലിന്ന ആയിഷ മരിച്ചിട്ടുണ്ട്, ജനാസ ഇന്ന സമയത്ത് എടുക്കുമെന്നേ പറയരുത്. പക്ഷെ റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു വരാൻ പാടില്ല, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ല അതിന്റെ അടുത്ത് വരരുത്. അതിന്റെ തത്വം എന്ന് വെച്ചാൽ അല്ലാഹ് എന്നുള്ള ചിന്ത നിങ്ങൾ ജീവിതത്തിൽ ആ രക്തത്തോട് അടിഞ്ഞു ചേർന്നിട്ടുണ്ടോ? അവിടെയാണ് പവർ ഉള്ളത്, അവിടെയാണ് ജീവിതമുള്ളത്, അവിടെയാണ് മനസ്സുള്ളത്, അവിടെയാണ് ജീവിതത്തിന്റെ എല്ലാം. അത് ഉണ്ടാക്കാനുള്ള ഏക വഴി എന്തെന്നറിയണോ? അത് ഹബീബായ മുത്തുനബിയാണ്. അത് ഹബീബായ മുത്തുനബിയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ശുഹദാക്കന്മാരാണ്, അള്ളാഹുവിന്റെ സാലിഹീങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിന്റെ രാജാധികാരം പട്ടം ധരിച്ച രാജാവായ സമ്പത്തുള്ള എല്ലാത്തിനും കഴിവുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം അവസാന റബ്ബിനോട് പറയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഹ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എല്ലാ രാജാധികാരങ്ങളും എനിക്ക് തന്നു, എല്ലാ പൊടിത്തങ്ങളും എനിക്ക് തന്നു, എല്ലാ സുഖങ്ങളും എനിക്ക് തന്നു. പക്ഷേ എന്റെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ, എന്റെ ജീവിതത്തിൽ രസമുണ്ടാകണമെങ്കിൽ അല്ലാഹുവേ നീ എനിക്ക് തരണേ, തവഫനി മുസ്ലിമാ, മുസ്ലിമായി തന്നെ നീ മരിപ്പിക്കുകയും. അതുകൊണ്ട് അവസാനിച്ചില്ല, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കന്മാർ, സാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ശറഫാക്കപ്പെട്ട സന്നിധിയിൽ എന്നെയും നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് ലോകത്തിന്റെ ശറഫാക്കപ്പെട്ട സ്വർഗത്തിന്റെ മണിമുത്തായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് കാണാം. പിന്നെയുണ്ടോ നമ്മുടെ അവസ്ഥയുള്ളത്? അതുകൊണ്ട് ബഹുമാനികളെ, സ്നേഹനിധികളെ, മഹാന്മാരുടെ ബന്ധമാണ് ഈമാനിന്റെ പവർ, സലാത്തിന്റെ ബന്ധമാണ് ഈമാനിന്റെ പവർ, ദിക്റിന്റെ ബന്ധമാണ് ഈമാന്റെ പവർ, അദ്ദാദിന്റെ ബന്ധമാണ് ഈമാന്റെ പവർ, സിയാറത്തിന്റെ ബന്ധമാണ് ഈമാന്റെ പവർ, കുടുംബത്തിന് സ്നേഹമാണ് ഈമാന്റെ പവർ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്, പാപ്പാനെ സ്നേഹിക്കൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്, സ്വഭാവം നന്നാക്കാൻ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ എടുത്തു പറയാനുണ്ട്. അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കൽബ് നന്നാവണം. കൽബ് നന്നാകണമെങ്കിൽ ദിക്റും സലാത്തും കൊണ്ടുള്ള ബന്ധം വേണം. അതുകൊണ്ട് കൽബ് നന്നാക്കി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ലോകം വളരെ മോശമായി പോവുകയാണ്. കേൾക്കുന്നതൊക്കെ ക്യാൻസറാ,
കേൾക്കുന്നതൊക്കെ ട്യൂമറാണ്, കേൾക്കുന്നതൊക്കെ ഡയാലിസുകളാണ്, കേൾക്കുന്നതൊക്കെ കിഡ്നി മാറ്റിവെക്കലാണ്, കേൾക്കുന്നതൊക്കെ ഐസിയുവാണ്, കാണുന്നതൊക്കെ ആംബുലൻസ് ചേരിപ്പാനി പോകുന്നതാണ്. രക്ഷയുണ്ടോ? മദീന നഗരിൽ ഒരുമിച്ച് കൂടി ആത്മമിത്രങ്ങളെ രക്ഷയുണ്ടാകണമെന്തിന് അതാ ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. നിങ്ങൾക്കുള്ള പരിച ആഫത്തുകളെ തടയാനുള്ള ദുആണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മടി കാണിക്കരുത്, ദുആ ചെയ്യുന്നതിന് നിങ്ങൾ അലസത ഉണ്ടാവരുത്, ദുആയിലേക്ക് നിങ്ങളെ ചിന്ത കൊണ്ടുവരണേ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തനബി പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് ഞാൻ ദിക്ർ ചൊല്ലി ദുആയിലേക്ക് വരികയാണ്. ദുആ കഴിയുന്നവരെ മനസ്സിന്റെ ഒരു മുഷിപ്പില്ലാതെ മൊബൈലുകളൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് ഇന്നത്തെ രാത്രി എമ്പക്ക് ഖാലിക്കായ റബ്ബിനോടൊന്ന് സങ്കടം പറയണ്ടേ, വിഷമങ്ങളൊക്കെ തീരണ്ടേ. ഒരുപാട് സഹോദരിമാരിങ്ങനെ അടിയിരിക്കുന്നതായിട്ട് ഞാൻ കൊണ്ടു. ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള വേദന അവർക്കും റബ്ബിന് മാത്രമേ അറിയൂ. ഒരുപാട് വേദനകളും യാതനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആ മജ്‌ലിസിൽ പോയിരുന്ന് ആ ദുആയിലൊന്ന് പങ്കെടുത്താല് എന്റെ കൽബൊന്ന് റാഹത്താവും, ജീവിതമെന്ന് സന്തോഷത്തിലാവുന്ന നീയത്തോടെ വന്നിരിക്കുന്നതാണ്. ഒരുപാട് സമയമായി എന്ന് എനിക്കറിയാം. സഹോദരിമാരെ, അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരിക്കലും പേടി വേണ്ട, വിഷമങ്ങൾ വേണ്ട. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ ഫദ്ല് കൊണ്ട് അല്ലാഹു വിജയത്തിന്റെ തുറവടി അല്ലാഹു തുറന്നു തരും. വിഷമങ്ങളെ അല്ലാഹു തീർത്തു തരും. അല്ലാഹു റബ്ബുൽ കാരുണ്യവാനാണ്. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്. യാ റഹ്മാൻ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു, അവിടെ കൊണ്ട് നിർത്തിയില്ല. യാ റഹീം യാ അല്ലാഹ്, ഞാൻ കരുണ ചെയ്യാൻ ഏറ്റവും സുന്ദരൻ ഞാൻ തന്നെയാണ്, ഏറ്റവും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചോദിക്കാൻ സമയമുള്ളൂ. പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്. യാ ഗഫൂർ യാ അല്ലാഹ്, പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്. യാ ഗഫാർ യാ അല്ലാഹ്, നിങ്ങളെന്തേ ചോദിക്കാത്തു? ചോദിച്ചാൽ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് അല്ലാഹു കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റജബിനെ മുൻനിർത്തി ഈ രാത്രി കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കാനും മനസ്സിന് ശാന്തി കിട്ടാനും സമാധാനം കിട്ടാനും ജീവിതത്തിൽ ഖൈർ വരാനും ഷർറുകൾ നീങ്ങാനും സിഹറുകളൊക്കെ പൊട്ടിപ്പോവാനും അതോടുകൂടെ ഒരു സുഖകരമായ ജീവിതം കിട്ടാനും. ക്യാൻസർ ആയിരുന്നു, മരിച്ചത്രേ ക്യാൻസർ ആയിരുന്നു, അത് കേൾക്കരുത്. ആ മരിച്ചത്രേ അവനക്ക് ഭയങ്കര മറ്റുള്ളൊരു മാരകമായ രോഗമായിരുന്നു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മണ്ടി ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ 2 ലക്ഷം വേണം, 3 ലക്ഷം വേണം. ഇങ്ങനത്തെ ഒരു ഘട്ടം വരാതിരിക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം ദുആ മാത്രമാണ്. ഞാൻ ദുആയിലേക്ക് വരുന്നു നല്ല മനസ്സോടെ, നല്ല സംതൃപ്തിയോടെ, നല്ല സന്തോഷത്തോടെ. ഇലാഹായ റബ്ബിന്റെ ദർബാറിലേക്ക് നമ്മൾ കൈയുയർത്താൻ പോവുകയാണ്. ഈ റജബിന്റെ രാത്രി അല്ലാഹു നമ്മളെ തട്ടിമാറ്റൂല. അല്ലാഹു കാരുണ്യവാനാണ്. തന്നെയുമല്ല മുത്തലബിന്റെ പവർ ഉമ്മത്തായി എന്നൊരു പവർ നമുക്കുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയും നമ്മുടെ മജ്‌ലിസും നമ്മുടെ എല്ലാം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഖാലിഖായ റബ്ബ് നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. സങ്കടങ്ങളെ തീർത്ത് സന്തോഷത്തിൽ നിന്ന് അല്ലാഹു ആയത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദിക്റിലേക്ക് വരുന്നു. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇലാ ഹദ്റത്തി റൂഹി